സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. കവിത ഛന്ദോബദ്ധമാക്കുന്നതും അതുരുവിട്ട് പഠിച്ച് മനഃപ്പാഠമാക്കുന്നതും ക്ലേശകരമായ അധ്വാനം ആവശ്യപ്പെടുന്ന വലിയൊരു സാധനയാണെന്നും അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ കുട്ടികളോട് ആവശ്യപ്പെടുന്നത് കുറ്റകരമാണെന്നും സുവിശേഷ പ്രസംഗകരുടെ വീറോടെ പ്രചരണം നടത്തുന്ന വിദ്യാഭ്യാസ വിചക്ഷണരുടെ വിചാരം അവർക്ക് പഠിപ്പിക്കാനാവാത്തത് അവരുടെ ശിഷ്യർക്ക് പഠിക്കാനുമാവില്ല എന്നാണ്. അങ്ങനെയാണ് പഠിപ്പിക്കാനും പഠിക്കാനും പ്രയാസമായതൊക്കെ നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് അധികമാരും അറിയാതെ പുറത്തു കടന്നത്. വൃത്താലങ്കാര സന്ധി സമാസങ്ങളുടെ കടമ്പകളൊന്നുമില്ലാതെ ചുളിവിൽ ഭാഷയിൽ വലിയ ഗ്രേഡുകൾ നേടാവുന്ന ഈ കാലഘട്ടത്തിലും കവിതയെ കൈവിടാതെ അപൂർവം ചില കുട്ടികളുണ്ട്. അതിലൊരാളാണ് വേറിട്ട കാഴ്ചകളിൽ നിന്ന് നമ്മോടൊപ്പമുള്ള രേഷ്മ പ്രസാദ്. പായുക പായുക കുതിരകളെ പരമാത്മാവിൻ തേരിത്തിനെ സുദീർഘവേദിയിൽ നയിക്ക നീളെ സുഖിത സ്വപ്നം പോലെ. കവിത തന്നെ മെയിനായിട്ട് ചൊല്ലാനായിട്ട് കാരണം കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ മൂപ്പരത് ഇങ്ങനെയെല്ലാം CD ഒക്കെ ഇതായിട്ട് തന്നിട്ട് അങ്ങനെ പഠിച്ചു, അങ്ങനെ പാടി കേൾപ്പിച്ചു. അങ്ങനെ അതിഷ്ടമായിട്ടാണ് പിന്നെ ഇതെല്ലാ വേദികളിലും പാടിക്കാറുണ്ട്. ചെറുപ്പം മുതലേ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കോമ്പറ്റീഷൻസിനൊക്കെ അമ്മ എല്ലായിടത്തും കൊണ്ടുപോകും. അപ്പോൾ ആദ്യം തന്നെ കവിത ചൊല്ലാനായിട്ട് ആദ്യം ഞാൻ ഓമനത്തിങ്കൾ കിടാവൊക്കെയാണ് ചൊല്ലിയത്. അപ്പോൾ അത് അമ്മ ആദ്യം ഇങ്ങനെ പറഞ്ഞുതരും, ട്യൂൺ ഇങ്ങനെ എന്തെങ്കിലും ട്യൂൺ അങ്ങനെ അതുപോലെ പോയി ടീച്ചേഴ്സിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർക്കത് ഇഷ്ടമാവും. അങ്ങനെ അത് കോമ്പറ്റീഷനൊക്കെ ചൊല്ലും. എരുമപ്പെട്ടി നിർമ്മല സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സും ടീച്ചേഴ്സിനൊക്കെ ഇതിങ്ങനെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ ഒക്കെ ചൊല്ലിയായിരുന്നു. അപ്പോൾ തുടക്കം പറയുകയാണെങ്കിൽ ഇങ്ങനെ 1-ലോ 2-ലോ തന്നെ ഒരു കോമ്പറ്റീഷനൊക്കെ കൊണ്ടുവരുന്നു സ്കൂളിൽ പാടിയതിന് ശേഷം. പിന്നെ ഇതുപോലെ ടെക്സ്റ്റുകളിലൊക്കെ വരണം, അല്ലാണ്ട് വേറെ കവിത റെഫർ ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതൊന്നും അന്ന് അറിയില്ല. ആ ടൈമിലും അത് കാണാപ്പാടം പഠിക്കുക, കവിത കാണാപ്പാടം പഠിക്കുക എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ അവരൊക്കെ ഇങ്ങനെ പറയുന്നു ട്യൂൺ ചെയ്ത് കൊണ്ടുവരൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ എങ്ങനെയും ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ട്യൂൺ ചെയ്തു. പിന്നെ ആ കവിതകൾ തന്നെ കോമ്പറ്റീഷന് പോകുമ്പോൾ ഇപ്പോൾ നല്ല ഹൈമോദ പൂവിൽ, പിന്നെ നിത്യകന്യക, അങ്ങനെയുള്ള ചില കവിതകൾ, കുഞ്ഞരാമൻ നായരുടെയും വയലാറിൻ്റെ ഒക്കെ കവിതകൾ, അങ്ങനെ അതും അമ്മ തന്നെ എന്തെങ്കിലും ഒരു ട്യൂൺ പറഞ്ഞു അതിങ്ങനെ ആ താളത്തിനനുസരിച്ച്. അപ്പോൾ ആ താളം തന്നെ ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പാടിപ്പോവും. വിണ്ണിൻ്റെ ഉത്സവ പന്തലിൻ താഴെയായി പൊന്നു കെട്ടിച്ച തഴകൾ തൈത്തെങ്ങുകൾ, സ്വച്ഛതയ്ക്കൂഞ്ഞാലിലാടുവാൻ ചാരത്തു പച്ചക്കടലായ പുഞ്ചവയൽ നിലം, മന്ത്രം ജപിക്കും മറയാൽ മരത്തിനു പിന്നിലോ കോവിലിൻ പൊൻതാഴികക്കുടം, അമ്പലമുറ്റത്തു കാർവണ്ടു തേൻ കണമുണ്ടു മുരളുന്ന ചെന്താമരക്കുളം. തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തിനടുത്ത് പഴുതാനയിൽ കുറുവട്ടിശ്ശേരി പ്രസാദിന്റെയും ഉഷയുടെയും 2 മക്കളിൽ ഇളയവളായ രേഷ്മ എരുമപ്പെട്ടി നിർമ്മല സ്കൂൾ, ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ, കുന്നംകുളം ബഥനി ഗേൾസ് ഹൈസ്കൂൾ, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് എന്നിവിടങ്ങളിലെ പ്രാഥമിക പഠനത്തിനു ശേഷം ഇപ്പോൾ മൂത്തകുന്നം SN കോളേജിൽ സുവോളജിയിൽ മാസ്റ്റേഴ്സ് വായിക്കുകയാണ്. ഈ തിര്യക് മീമാംസാ പഠനത്തിൻ്റെ അങ്കലാപ്പുകളൊന്നും സംഗീതത്തിൻ്റെ അനന്തവിഹായസിൽ വരുംകാലങ്ങളിൽ താൻ പറന്നു പരക്കുന്നതായി സ്വപ്നം കാണുന്നതിൽ നിന്ന് പക്ഷേ രേഷ്മയെ പിന്തിരിപ്പിക്കുന്നില്ല.
മതങ്ങൾക്കതീതമായി മനുഷ്യൻ, മതങ്ങൾക്കതീതമായി മനുഷ്യൻ, മറ്റാരുമീ മധുരാക്ഷരമന്ത്രം ചൊല്ലിയില്ലിന്നേ വരെ. മരണം മരണമെന്നെപ്പോഴും ഓർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിൽ ഞടുങ്ങിപ്പോയി. മരണം മരണമെന്നെപ്പോഴും ഓർമ്മിപ്പിക്കും മതമാ മനുഷ്യന്റെ ശബ്ദത്തിൽ ഞടുങ്ങിപ്പോയി. ഫീല് എന്താ, കവിത എന്താ എന്നുള്ളത് ആദ്യം കുറേ വായിച്ചു നോക്കും. അപ്പോൾ ആ ഒരു ഇതിനനുസരിച്ച് ആ ഒരു ഫീൽ വരുത്തി നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം ഉണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ പാട്ടുകളാവുമ്പോൾ നമ്മളെങ്ങനെയാണ് പാടി വെച്ചേ എന്നുള്ള രീതിയിൽ നമുക്ക് അതുപോലെ പഠിച്ച് പാടാൻ പറയും എല്ലാവരും. കവിതയാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ എന്താ, അതിൻ്റെ ഒരു ചടുലത, അങ്ങനത്തെ ഒരു കവിതകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു പവറിൽ നമുക്ക് തുറന്ന് നമ്മുടെ ഒരു ഫ്രീഡത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പുലർമഞ്ഞു മൂടും രാവറുതിയിൽ അന്നു ഞാൻ പുഴവെള്ളം മുക്കുവാൻ വന്നു. നിഴൽ പോലാ മൂഴിയിൽ വറ്റും നിലാവിൻ്റെ മിഴിയിൽ വിളക്ക് കൊളുത്തി. ഇപ്പോൾ കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ അതിനൊരു പഴയ കവികളുടെ ആ ഒരു വാല്യൂ ഉള്ള കാരണം പുതിയ കവിതകൾ ചൊല്ലുമ്പോൾ അതിനൊരു ഇതില്ല. അപ്പോൾ അത് വായിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്, വായിച്ചിങ്ങനെ ആസ്വദിക്കും. പക്ഷെ അത് ചൊല്ലി കുറവാണ്. കവിത എഴുതാൻ താല്പര്യമുണ്ടോ വെച്ചാൽ താല്പര്യമില്ലായിരിക്കില്ല, പക്ഷെ അത് വായിച്ചിരുന്ന കോമഡിയാവും. അതുകൊണ്ട് വേറെ ആർക്കും വായിക്കാൻ കൊടുക്കാറില്ല. സ്വന്തമായി എഴുതി, സ്വന്തമായി സൂക്ഷിച്ച്, സ്വന്തമായി ആസ്വദിക്കുക, അത്രേ ഉള്ളൂ. ഉയരത്തിൽ ഉയരത്തിൽ ഒരു മുളം കമ്പിൻ്റെ നെറുകയിൽ നൃത്തമാടുന്നവൾ ശിവകാമി. പാണ്ടിയിൽ നിന്ന് പൈതാഹങ്ങളൊക്കെയും താണ്ടി തൃശിവ പേരൂർ നടക്കാവിൽ. പാണ്ടിയിൽ നിന്ന് പൈതാഹങ്ങളൊക്കെയും താണ്ടി തൃശിവ പേരൂർ നടക്കാവിൽ. ജീവിതത്തിന്റെ ഏത് നിമ്നോന്നതമായ പാതകളിലും കാവ്യരശ്മികളെ കൈവിടാതെ കൂടെ കൂട്ടാൻ നിശ്ചയിച്ചിട്ടുള്ള രേഷ്മയ്ക്ക് ആലാപന സാധ്യതയുള്ള ഏത് കവിതയും വഴങ്ങും. എഴുത്തച്ഛനും ആശാനും വള്ളത്തോളും ഉള്ളൂരും ബാലാമണിയമ്മയും മുതൽ ഇങ്ങേയറ്റത്തെ വിജയലക്ഷ്മിയും റഫീഖ് അഹമ്മദും പി രാമനും വരെയുള്ളവർ രേഷ്മയുടെ ശബ്ദവിശുദ്ധിയിൽ വായുവിൽ കലരുമ്പോൾ അന്തരീക്ഷം തന്നെ കവിതയുടെ വാചീകരണ ശേഷിയിൽ ആനന്ദിക്കുന്നു. ആഴത്തിൽ മനനം ചെയ്യാനുള്ള അക്ഷര സഞ്ചയമാണ് കവിത എന്നും അതിൻ്റെ അർത്ഥപൂർണമായ ആസ്വാദനം ക്ഷണികവും വിലോഭനീയവുമായ ശബ്ദ സൗകുമാര്യത്തിൻ്റെ ലഹരിയിൽ അസാധ്യമാണ് എന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രേഷ്മയുടെ ആലാപനം. കർമ്മത്തിൽ നിന്നേ ധർമ്മ ചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ ആ ശിവഗിരിക്കുന്നിൽ കത്തിച്ച വിളക്കത്തു വിശ്വസൗഹാർദ്ദത്തിൻ്റെ യജ്ഞമൊന്നാരംഭിച്ചു. ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് മെയിനായിട്ട് അച്ഛനും അമ്മയും തന്നെയാണ്. പിന്നെ എല്ലാവരും അവർ തന്നെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ കോമ്പറ്റീഷൻസിനായാലും അല്ലെങ്കിൽ എന്ത് പ്രോഗ്രാം ആയാലും കൂടുതൽ വേദികൾ കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസും ആവും, നമുക്ക് കൂടുതൽ അറിയാനും പറ്റും. അങ്ങനെ എല്ലായിടത്തും എന്നെ എല്ലാം കൊണ്ട് നടക്കാറുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ട്സ് എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ കുഞ്ഞുനാളിലെ മുതലേ പാട്ടും സംഗീതവുമായിട്ട് എനിക്ക് വളരെ ആയിരുന്നു ആഗ്രഹം. അപ്പോൾ എൻ്റെ ആഗ്രഹം, എനിക്ക് നടക്കാതെ പോയ ആഗ്രഹം ഞാൻ അവളോട് നിറവേറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ ശ്രമം ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് നേടാനല്ല, അവൾക്ക് നേടാൻ. അവളുടേതായിട്ടുള്ള ഒരു ലോകത്തേക്ക്, അതൊരു നല്ലൊരു സംഗീതത്തിൻ്റെ ആ ഒരു ലോകത്തേക്ക് കടന്നു പോകാനുള്ള ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുവെച്ചാൽ ഞങ്ങൾ ഇനിയും അശ്രാന്ത പരിശ്രമം തന്നെയാണ് ഇപ്പോഴും. കാളിന്തി കാളിന്തി കണ്ണൻ്റെ പ്രിയ സഖി കാളിന്തി രാസവിലാസവതി രാഗിണി
രാധയെ പോലെ നീ ഭാഗ്യവതി. കാളിന്തി എന്നുള്ള പാട്ട് ശരിക്കും പറഞ്ഞാൽ കവിത പിന്നീടാണ്. അതായത് ആദ്യം ഞാൻ പാടുന്നത് പാട്ടാണ്. അത് ആദ്യം കോമ്പറ്റീഷന് പങ്കെടുക്കുന്നത് അച്ഛൻ ഇതുപോലെ ഒരു ടീച്ചേഴ്സ് പറഞ്ഞൊരു കോമ്പറ്റീഷന് എന്തെങ്കിലും ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അച്ഛനാണ് ഒരു പാട്ട്, കൃഷ്ണൻ്റെ ഒരു പാട്ട് പഠിപ്പിച്ചു തന്നത്. അച്ഛനാണ് അവളെ ആദ്യത്തെ ഗുരു എന്ന് പറയാം. ഞാൻ പാടുന്നില്ല, പക്ഷേ ഈ കവിതയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണത് ഞാൻ തന്നെയാണ്. പക്ഷേ ട്യൂണൊന്നുമില്ല, എങ്ങനെയും ഞാൻ നല്ല രീതിയിൽ ഉച്ചാരണ ശുദ്ധിയോടെ പാടാൻ വേണ്ടി മാത്രം പറയാറുള്ളൂ. അപ്പോൾ അങ്ങനെ പാടി അതിൻ്റെ ട്യൂണൊക്കെ അച്ഛനൊക്കെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. കവിതയൊക്കെ ചൊല്ലുമ്പോൾ ആ തന്മയത്വത്തോടു കൂടി പാടാൻ, മറ്റേ വാക്കുകൾ ഉച്ചരിക്കുന്നതിനും അതുപോലെ അതിലേക്ക് വേണ്ട സംഗീതം അപ്ലൈ ചെയ്യാനും കൊടുക്കേണ്ട ഗാംഭീര്യം അതൊക്കെ കാണിക്കുന്നതിൽ വളരെ താല്പര്യം അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലൈറ്റ് മ്യൂസിക് ആയാലേ നമുക്ക് ബേസ് ടോപ്പ് ഈ വക കാര്യങ്ങളൊക്കെ വളരെ വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കാൻ അന്ന് ആ കുട്ടിക്ക് പറ്റുമായിരുന്നു. അത് ഞാൻ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കുട്ടി ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നിപ്പോൾ ഈ കേൾക്കുന്ന വഴക്കൊക്കെ മാറും. ഇപ്പം ഞാനും അവളും തമ്മിൽ വഴക്കുണ്ടെങ്കിലും അതൊക്കെ ആ വഴക്കൊക്കെ മാറും. അത് ശരിയായിട്ടുള്ള ദിശയിലേക്ക് വരും. അപ്പോഴേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അന്ന് പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പിന്നെയാണല്ലോ കുട്ടികൾ ഉൾക്കൊള്ളുക. ഗോപിക്കേ നിൻവിരൽ തുമ്പുരുമ്മിവി തുമ്പി. ഗോപിക്കേ നിൻവിരൽ തുമ്പുരുമ്മിവി തുമ്പി. വീണയോ ഹൃദയമോ തേനഞ്ചി തേങ്ങി. ഗോപിക്കേ ആ ആ ആ ആ. സാംബശിവനും കടാമംഗലം സദാനന്ദനും പോലുള്ള കഥാകാലക്ഷേപക്കാരെ മാറ്റി നിർത്തിയാൽ മലയാള കാവ്യാലാപനത്തെ ലജ്ജാവിവശയായ ചെറുമർമ്മഴങ്ങളിൽ നിന്നും തണുത്ത കോലായികളിൽ നിന്നും മോചിപ്പിച്ച് തെരുവിലേക്കും ജനമധ്യത്തിലേക്കും എത്തിച്ചത് കടമ്മനിട്ട രാമകൃഷ്ണനായിരുന്നു. രചന മാത്രമല്ല, പാരായണവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച് ONV കുറുപ്പും ബാലചന്ദ്രൻ ചുള്ളിക്കാടും മധുസൂദനൻ നായരും കവിതയെ ഗാനങ്ങളോളം ജനപ്രിയമാക്കി. ആ ശ്രേണിയിലേക്ക് ഇതാ ഒരാൾ കൂടി. ഒരുവിധം കുഴപ്പമില്ലാതെ ഇങ്ങനെ പാടുന്നു മനസ്സിലായപ്പോൾ ടീച്ചേഴ്സാണ് പറഞ്ഞത് ഇങ്ങനെ കൊണ്ടുപോയി ചേർക്കുക, പാട്ട് പഠിക്കാൻ കൊണ്ടുപോയി ചേർക്കുക. അങ്ങനെ പോയി ചേർന്നത് ആദ്യം ചിത്രാമ്പരിയിലുള്ള കുഞ്ഞോട്ട മാഷിൻ്റെ അടുത്തായിരുന്നു. അവിടുന്ന് പിന്നെ ശിവദാസ മാഷായി. ശിവദാസ മാഷിൻ്റെ അടുത്ത് നിന്നാണ് രമേശൻ വി പുണ്യൂർക്കുളം എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് പോകുന്നത്. അങ്ങനെ ബേസിക്സ് ഒക്കെ സാറാണ് പഠിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ദിലീപ് മാഷിൻ്റെ അടുത്ത് പഠിച്ചു. പാവർട്ടി ദിലീപ് മാഷ്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ദിലീപ് മാഷിൻ്റെ അടുത്തായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ സ്റ്റഡീസൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. വീണ്ടും ചേരണം. താനേ തെരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ.
ഹിന്ദുസ്ഥാനി പഠിക്കാൻ പോയിരുന്നു, പക്ഷെ എനിക്കതിൻ്റെ ഒരു ടൈമും ഇതും അതും എല്ലാം കൂടി കൊണ്ടുപോകാനുള്ള ടൈം, പിന്നെ ഇവിടെ അതിനുള്ളൊരു മാഷ്മാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാളെ ഇങ്ങനെ അറിഞ്ഞിട്ട് അങ്ങനെ പോയി ചേർന്നപ്പോൾ ടൈമിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ചേരാൻ പറ്റിയില്ല. വളരെ ശുദ്ധമായി പാടുന്ന അപൂർവം ചില കുട്ടികളിൽ ഒരു കുട്ടിയാണ് രേഷ്മ. ഈ അടുത്തിടെയായിട്ട് രേഷ്മ കുറച്ച് ലൈറ്റ് മ്യൂസിക്കിലെല്ലാം കിടന്നിട്ടുണ്ട്. വളരെ അംഗീകാരം കിട്ടിയിട്ടുണ്ട് കുട്ടിക്ക്. കുന്നംകുളത്തിൻ്റെ കലാസാംസ്കാരിക പരിപാടികളിലെല്ലാം തന്നെ രേഷ്മ നിറഞ്ഞേക്കുന്നതായിട്ടുള്ളൊരവസ്ഥ ഇപ്പം ഇന്ന് കുന്നംകുളത്തുണ്ട്. ആ പാടാനായിട്ടുള്ളൊരു കഴിവിൻ്റെ ഒരു 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 അപാരത തന്നെയാണ് ആ കുട്ടി അത്ര പേര് എത്തിച്ചിട്ടുള്ളത്. സ്വയപ്രയത്നത്താൽ വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ വളരെ നല്ല പ്രോത്സാഹനം ആ കുട്ടിക്ക് ഇന്നും കിട്ടിയിട്ടുണ്ട്. ഇന്നും സംഗീതം പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രേഷ്മ. ഇരയിമ്മൻ തമ്പിയുടെ കാലാതിവർത്തിയായ താരാട്ടുപാട്ടിൽ നിന്ന് ആരംഭിച്ച രേഷ്മയുടെ കാവ്യസബര്യ ജന്മനാടിൻ്റെ സാംസ്കാരിക പരിസരത്തെ സമ്പന്നമാക്കുകയും താൻ പഠിച്ച വിദ്യാലയങ്ങളെ സമ്മാനിതമാക്കുകയും ചെയ്യുന്നു. 5 വയസ്സിൽ തുടങ്ങിയ സംഗീത പഠനം ജന്തുശാസ്ത്രത്തോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോയി. ഒരേ സമയം ശാസ്ത്രാധ്യാപികയും പാട്ടുകാരിയുമായി തീരണമെന്ന് രേഷ്മ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം സഫലമാക്കാൻ നിറഞ്ഞ മനസ്സോടെ രേഷ്മയുടെ മാതാപിതാക്കൾ അവളോടൊപ്പമുണ്ട്. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തൻ്റെ നീലാവോ. ആദ്യമായിട്ട് ചൊല്ലിയ കവിതയാണ്. എനിക്ക് സമ്മാനം കിട്ടിയത്. ഒരുപാട് ഇഷ്ടമാണ് പുതിയ പാട്ടുകൾ. ഇപ്പോൾ റഫീഖ് അങ്കിളിൻ്റെ ആയാലും ആരുടെ ഇപ്പോൾ പുതിയ റീസെൻ്റ്ലി എല്ലാ പാട്ടുകളും കുറേ ഇപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കൊക്കെ പഴയ പാട്ടുകളല്ലെങ്കിൽ പുതിയ പാട്ടുകളോടാണ് താല്പര്യം. അപ്പോൾ അതൊക്കെ പഠിച്ചില്ലെങ്കിലും അവരും കളിയാക്കും. അല്ലെങ്കിലും നമുക്ക് കേൾക്കാൻ കൂടുതലും എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. കൂടുതലും മെലഡീസാണ് ഇഷ്ടം. തമിഴും ഹിന്ദിയൊക്കെ ഇഷ്ടമാണ്. ആപ്കേ പ്യാർ മേ हम बसरने लगे देख के आपको हम निखरने लगे इस अतर आपसे हमको मोहब्बत हुई. എനിക്ക് കൂടുതൽ ചിത്ര ചേച്ചിയുടെയാണ് ഇഷ്ടം. സുജാത ചേച്ചിയുടെ ശബ്ദം ഇഷ്ടമാണ്. ഇപ്പോൾ പുതിയതായിട്ട് ശ്രേയ ഘോഷാലിന് ഇഷ്ടമാണ്. പിന്നെ ജാനകിയമ്മയുടെ പാട്ടാണ്, പഴയ പാട്ടുകൾ. അച്ഛനൊക്കെ എപ്പോഴും താല്പര്യം. എപ്പോൾ എവിടെ പാടാനും ജാനകിയമ്മയുടെ പാട്ട് പാടും. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം ഇതിൽ ദാദാനി സംഗീത മധുപകരൂ. എങ്ങനെയൊരുക്കും ഞാൻ എങ്ങനെയൊരുക്കും ഞാൻ എങ്ങനെ നിന്നാജ്ഞ നിറവേറ്റും ദേവാ. ദേവാ ദേവാ. ടീച്ചറാവാന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പാട്ട് ടീച്ചർ ഇപ്പോൾ അങ്ങനെയല്ല, എന്നാലും മെയിനായിട്ട് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചറാവാന്നുള്ളതാണ് ആഗ്രഹം. ബട്ട് അതിൻ്റെ കൂടെ തന്നെ സംഗീതം ഒരിക്കലും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കുറേ കച്ചേരികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ കുറേ പഠിക്കണം, കുറേ കവിതകൾ ഇനിയും പരിചയപ്പെടാൻ പറ്റണം, കുറേ കവിതകൾ ഇനി ചൊല്ലി അങ്ങനെ ഉണ്ടൊരു ഇത്. പോലെ സിനിമാ പാട്ടായാലും അതേപോലെ എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ട്. അതേപോലെ സിനിമയിലൊക്കെ പാടണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതെന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എൻ്റെ ഒരു ആഗ്രഹമാണ്. നല്ല പ്രതീക്ഷയുണ്ട്. എപ്പോഴെങ്കിലും ദൈവം അതെനിക്ക് തരുമെന്നാണ് വിശ്വാസം. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ
കടവിങ്കൽ മഞ്ഞളരച്ചു വച്ചു നീരാടുമ്പോൾ മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വച്ചു നീരാടുമ്പോൾ മഞ്ഞണി പൂനിലാവ്. വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിൽ ഒരാളായി, എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ വേറിട്ട കാഴ്ചകൾ, കൈരളി ടെലിവിഷൻ, കൈരളി ടവേഴ്സ്, യൂണിവേഴ്സിറ്റി പോസ്റ്റ്, തിരുവനന്തപുരം 34. പുലർമഞ്ഞു മൂടും രാവറുതിയിൽ അന്നു ഞാൻ പുഴവെള്ളം മുക്കുവാൻ വന്നു. നിഴൽ പോലാ മൂഴിയിൽ വറ്റും നിലാവിൻ്റെ മിഴിയിൽ വിളക്ക് കൊളുത്തി. നവമാം വികാസത്തിൻ വിവിധ സൗരഭ്യങ്ങൾ ഇവിടെ അലഞ്ഞു നടന്നു. വഴി കാണാക്കാടുകൾ പിന്നിട്ടു നേർത്തു നിൻ കുഴലൊച്ചയൻ കാതിലെത്തി. ഇരുൾ നീക്കിയ അവബോധം അലിയിച്ച തീർത്ഥമാണിത്.